ചോര കുടിക്കുന്ന ദുരൂഹരത്നം. പ്രകൃതിദത്തമായി ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമേറിയ വസ്തു. വജ്രക്കല്ലുകൾക്ക് അതാണ് വിശേഷണം. വജ്രത്തെ വജ്രം കൊണ്ടേ മുറിക്കാനാകൂ. ഭൂമിക്കടിയിൽ വർഷങ്ങളോളം ചൂടും സമ്മർദ്ദവുമേറ്റ് കാർബണിന് രൂപമാറ്റം സംഭവിക്കുന്നതാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 100 മൈൽ താഴെയായി രൂപപ്പെടുന്ന ഇവ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ് സ്വാഭാവികമായി മുകളിലേക്കെത്തുന്നത്. പക്ഷേ ഇവയുടെ വിപണി മൂല്യം തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യയുൾപ്പെടെ വൻതോതിൽ ഖനനം ചെയ്തെടുക്കാൻ ആരംഭിക്കുകയായിരുന്നു. ഇന്ന് പക്ഷേ പല അമൂല്യ വജ്രങ്ങൾക്കും രക്തത്തിന്റെ ഗന്ധവും കണ്ണീരിന്റെ നനവുമുണ്ട്. ആഭ്യന്തര യുദ്ധങ്ങളിൽ ആയുധശേഖരണത്തിനായി പണമുണ്ടാക്കാൻ റിബൽ ഗ്രൂപ്പുകളും ഏകാധിപതികളുമെല്ലാം നടന്ന പ്രധാന വഴി വജ്ര വിൽപ്പനയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇതേറെയും. ജനങ്ങളെ അടിമകളാക്കി വജ്രഖനികളിൽ പണിയെടുപ്പിച്ച് അവ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് ആയുധങ്ങളും ലഹരി വസ്തുക്കളുമെല്ലാം വാങ്ങിക്കൂട്ടുന്ന സംഘങ്ങൾ ഇന്നും പല രാജ്യങ്ങളിലുമുണ്ട്. ഇത്തരത്തിൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന വജ്രങ്ങൾക്ക് ബ്ലഡ് ഡയമണ്ട് എന്നാണ് വിളിപ്പേര്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറെ ലിയോണിലെ ആഭ്യന്തര കലാപം പശ്ചാത്തലമാക്കി 2006 ബ്ലഡ് ഡയമണ്ട് എന്ന ഹോളിവുഡ് ചിത്രവും പുറത്തിറങ്ങിയിട്ടുണ്ട്. BC 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ വജ്രവ്യാപാരം നടന്നിരുന്നതായി തെളിവുകൾ വ്യക്തമാക്കുന്നു. രാജാക്കന്മാരുടെ ആകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിരുന്നു വജ്രങ്ങൾ. ക്ഷേത്ര വിഗ്രഹങ്ങളുടെ കണ്ണുകളിൽ തിളങ്ങുന്ന വജ്രം പതിപ്പിക്കുകയാണ് പതിവ്. ആ വിഗ്രഹങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വജ്രം കാക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ ബ്രിട്ടീഷുകാർ കോഹിനൂർ രത്നം ഉൾപ്പെടെയാണ് ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. അക്കൂട്ടത്തിൽ പെടുത്താനാകില്ല ഹോപ്പ് ഡയമണ്ടിനെ. ബ്രിട്ടീഷുകാരെത്തും മുൻപേ ഇത് ഇന്ത്യ കടന്നു. തുത്തൻ ഹാമന്റെ മമ്മിയെ പറ്റിയുള്ള കഥ പോലെ ലോകത്തെ ഏറ്റവും അധികം ശാപഗ്രസ്തമായ രത്നക്കല്ല് എന്നാണ് ഹോപ്പ് അറിയപ്പെടുന്നത്. ധരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന, പലരെയും സ്വത്തും ബന്ധുപോലെയും നഷ്ടപ്പെടുത്തി പാപ്പരാക്കിയ ഈ രത്നക്കല്ലിനെ പറ്റി അത്രയേറെ പറയാനുണ്ട്. ഹോപ്പ് ഡയമണ്ട്. ഈ നീലക്കല്ല് എവിടെ നിന്ന് വന്നു എന്നത് വ്യക്തമായ ഉത്തരമില്ലെങ്കിലും ഇന്ത്യയിലെ ഒരു വിഗ്രഹത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതാണെന്ന കഥയ്ക്കാണ് പ്രചാരമേറെയുള്ളത്. ലോകത്തിൽ ഇന്നറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നീലവജ്രമാണ് ഹോപ്പ്. സാധാരണ വജ്രത്തിൽ ബോറോൺ എന്ന മൂലകം കൊടുങ്ങുമ്പോഴാണ് നീല നിറമുണ്ടാകുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഹോപ്പ് വജ്രത്തിന്റെ കഥ തുടങ്ങുന്നത് 1668-69 കാലത്താണ്. ആദ്യമേ പറയാം, ഹോപ്പ് ഡയമണ്ട് സ്വന്തമാക്കിയവരിൽ ഭൂരിപക്ഷം പേർക്കും ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് അതിനെ ശാപകഥയിലെ നായകനാക്കിയത്. പക്ഷേ കുഴപ്പങ്ങളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടവരുമുണ്ട്. ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് സഞ്ചാരിയും വ്യാപാരിയുമായ യാങ് ബാറ്റിസ്റ്റെ ടർവെനിയെയാണ് ഒരു പുരോഹിതനിൽ നിന്ന് ആദ്യം ഈ രത്നം വാങ്ങുന്നത്. ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുള്ളതാണ് ഇതെന്നാണ് കരുതുന്നത്. വാങ്ങുന്ന സമയത്ത് പ്രാകൃതമായി കട്ട് ചെയ്ത് ഏകദേശം ത്രികോണാകൃതിയിലായിരുന്നു വജ്രം. അതിസുന്ദരമായ വയലറ്റ് എന്നായിരുന്നു അതിന്റെ നിറത്തെ ടർവേനിയെ വിശേഷിപ്പിച്ചത്. മോഷ്ടിക്കപ്പെട്ട വജ്രമായിരുന്നു ഇതെന്ന സൂചനയും ടർവേനിയ നൽകുന്നുണ്ട്. പിന്നീട് ഫ്രാൻസിലെ ലൂയി 14-ാം രാജാവ് ഇത് വാങ്ങി 1123.16 കാരറ്റ് തൂക്കമുണ്ടായിരുന്ന ആ വജ്രം ലൂയി രാജാവ് കൊട്ടാരം രത്ന വിദഗ്ധരെ കൊണ്ട് പിന്നെയും മിനുക്കിയെടുത്തു. ഭാരം 671.8 കാരറ്റായി കുറഞ്ഞു. വെട്ടിയൊതുക്കലിനൊടുവിൽ ഹൃദയാകൃതി കൈവച്ച ആ രക്തത്തിന്റെ നിറം അതോടെ കടും നീലയുമായി. ബ്ലൂ ഡയമണ്ട് ഓഫ് ക്രൗൺ, ഫ്രഞ്ച് ബ്ലൂ തുടങ്ങിയ പേരുകൾ അതിൽ ലഭിക്കും. അങ്ങനെയാണ് വിശേഷാവസരങ്ങൾ ധരിക്കുന്ന മാലയിലാണ് രാജാവ് ഈ രത്നക്കല്ല് പതിപ്പിച്ചത്. 1749 ലൂയി 15-ാമൻ ആ വജ്രം പിന്നെയും രാഗിമിനുക്കി. 1791 ലൂയി 16-ാമന്റെ ആകട്ടെ രാജകീയ ആഭരണങ്ങളുടെ ഭാഗമായിരുന്നു ഈ വജ്രം.
പക്ഷേ രാജാവും പത്നി മേരി അന്റോണിറ്റയും ഫ്രഞ്ച് വിപ്ലവത്തിനിടെ പലായനത്തിന് ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ട് ചിരച്ഛേദം ചെയ്യപ്പെട്ടു. ഹോപ്പ് വജ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നതാണ്. രാജകീയ ഖജനാവിൽ നിന്ന് പിടിച്ചെടുത്ത് സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റിയവയിൽ ഹോപ്പ് വജ്രവും ഉണ്ടായിരുന്നു. പക്ഷേ 1792 കലാപകാലത്ത് പിന്നെയും അത് മോഷണം പോയി. പിന്നീട് 1812 ലണ്ടനിലാണ് കഥ തുടരുന്നത്. അവിടെ ഏകദേശം 45.5 കാരറ്റ് തൂക്കമുള്ള ഒരു നീലവജ്രം വിൽപ്പനയ്ക്കെത്തി. പല തലത്തിൽ രാഗിമിനുക്കി ഹോപ്പ് വജ്രത്തിന്റെ തൂക്കം അത്രയും എത്തിയിരുന്നു. പക്ഷേ ഫ്രഞ്ച് രാജാവിന്റെ തലയുയർത്ത വജ്രമാണെന്ന് ആരും അറിഞ്ഞില്ല. കറങ്ങിത്തിരിഞ്ഞ് 1813 ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന വ്യാപാരിയുടെ പ്രശസ്തമായ രത്നശേഖരത്തിലും ഇതെത്തി. അങ്ങനെയാണ് ഇതിന് ഹോപ്പ് ഡയമണ്ട് എന്ന പേര് വീഴുന്നത്. ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടന്റെ ജോർജ് 4 രാജാവിനാണത്രേ ഈ വജ്രം കിട്ടിയത്. വൈകാതെ അദ്ദേഹം കടം കയറി പാപ്പരായി. അദ്ദേഹത്തിൽ നിന്നാണ് ഹെൻറി തോമസ് ഹോപ്പ് ഇത് വാങ്ങിയതെന്നും കഥയുണ്ട്. അതിനിടെ രത്നം പരിശോധിച്ച ചാൾസ് ബാർബോട്ട് എന്ന വിദഗ്ധൻ ഇത് റീകട്ട് ചെയ്യപ്പെട്ട ഫ്രഞ്ച് ബ്ലൂ ആണെന്ന നിഗമനം പുറത്തുവിട്ടു. 1858 അത്. ഫിലിപ്പ് ഹോപ്പിന്റെ മരണശേഷം രത്നം പേരക്കുട്ടി ഫ്രാൻസിസ് ഹോപ്പിന് ലഭിച്ചു. പക്ഷേ പ്രഭുവായി വിലസിയിരുന്ന ഫ്രാൻസിസ് വൈകാതെ കടം കയറി പാപ്പരാകാറായി. നഷ്ടം നികത്താൻ വജ്രം വിൽക്കേണ്ട അവസ്ഥയെത്തി. 1901 വജ്രം വിൽപ്പനയ്ക്ക് വെച്ചു. അങ്ങനെ വജ്ര വ്യാപാരികളുടെ കൈമറിഞ്ഞ് ഹോപ്പ് എത്തിയത് ന്യൂയോർക്കിൽ. അവിടെ ജോസഫ് ഫ്രാൻസ്കൽ സൺസ് ആൻഡ് കമ്പനി ഈ വജ്രം വാങ്ങി. അവരത് വിറ്റതാകട്ടെ സലിം ഹബീബ് എന്ന കച്ചവടക്കാരനും. അദ്ദേഹം 1909 വരെ അത് കൈവശം വെച്ചു. പക്ഷേ സലീമിന്റെ കച്ചവടങ്ങളെല്ലാം നഷ്ടത്തിലായി. ഒരു സുപ്രഭാതത്തിൽ കടലിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം പൊങ്ങി. കടം വീട്ട സ്വത്ത് ലേലത്തിന് വെച്ചപ്പോൾ ഫ്രഞ്ച് വ്യാപാര കമ്പനി കാർട്ടിയ ഹോപ്പിനെ സ്വന്തമാക്കി. ഇതിനോടകം തന്നെ ഹോപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പത്രങ്ങളിൽ വൻ വാർത്തയായി മാറിയിരുന്നു. ശാപഗ്രസ്തമായ വജ്രമെന്നാണ് അതിനെ പലരും വിശേഷിപ്പിച്ചത്. അതിന് കൂട്ടായി ഉടമകൾക്കുണ്ടായ ദുരനുഭവ കഥകളും നിറഞ്ഞു. ഉടമയുടെ കൊലപാതകം, ആത്മഹത്യ, ഭ്രാന്ത് പിടിക്കൽ, കച്ചവടം നഷ്ടമാകൽ, നിക്ഷേപമില്ലാതാകൽ, പാപ്പരാകൽ, കല്യാണം നടക്കാതാകൽ, മക്കൾ മരിക്കുന്നത്, ലഹരിക്ക് അടിമയാകുന്നത് തുടങ്ങി ഒട്ടേറെ ദുസൂചനകൾ നിറഞ്ഞ കഥകൾ. ലക്ഷാധിപതികളായ നെറ്റ് ഇവാലിൻ വാൽഷ് മക്ലീൻ ദമ്പതികൾക്കാണ് കാട്ടിയ ഹോപ്പ് വിറ്റത്. അതും അന്നത്തെ $1.80 ലക്ഷം. വിശേഷാവസരങ്ങളിലെല്ലാം ഇവാലിൻ ട്രോഫി ഹോപ്പ് ധരിക്കാൻ മറന്നിരുന്നില്ല. അവരുടെ ജീവിതത്തിന് തന്നെ ഭാഗമായത്. 1947 ഇവാലിൻ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. ഇതിനോടകം സ്വത്തുക്കൾ നഷ്ടപ്പെട്ട് കടവും കയറിയിരുന്നു. അങ്ങനെയാണ് പ്രശസ്ത രത്ന വ്യാപാരി ഹാരി വിസ്റ്റണിന്റെ കയ്യിൽ ഹോപ്പ് എത്തുന്നത്. അദ്ദേഹമാകട്ടെ 1953 വരെ അമേരിക്കയിൽ പലയിടത്തും തന്റെ ശേഖരത്തിലെ രത്നങ്ങൾക്കൊപ്പം ഹോപ്പും പ്രദർശിപ്പിച്ചു. ഒടുവിൽ 1958 വാഷിംഗ്ടണിലെ സ്മിത്സോണിയൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് രത്നം സംഭാവന ചെയ്തു. ഹോപ്പിനെ ഒരു വിൽപ്പന വസ്തു എന്ന നിലയിൽ കൈകാര്യം ചെയ്തവരെയാണ് അത് വേട്ടയാടിയെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളിലുള്ളത്. നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് അതിന്റെ ശാപമേൽക്കില്ലെന്നും പറയപ്പെടുന്നു. നിർമ്മലമെന്നാൽ വ്യാപാര മനോഭാവത്തോടെ അല്ലാതെ ഹോപ്പിനെ സമീപിക്കുന്നവർ എന്നർത്ഥം. അതിനാലാണ് ഹാരി വിൻസ്റ്റണിനെ ഹോപ്പ് വെറുതെ വിട്ടതെന്നും അഭ്യൂഹങ്ങൾ. എന്തായാലും ഇനി മ്യൂസിയത്തിലെ ജെം ഹാളിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഹോപ്പ്. 45.52 ക്യാരറ്റ് തൂക്കമുള്ള അതിനു വരുന്ന മതിപ്പ് വിലയാകട്ടെ $35 കോടി. സ്മിത്സോണിയൻ മ്യൂസിയത്തിൽ നിന്ന് പല വസ്തുക്കൾക്ക് നേരെയും മോഷണ ശ്രമമുണ്ടായിട്ടും ഇത്രയേറെ മൂല്യമുള്ള ഹോപ്പ് ഡയമണ്ടിനെ കള്ളന്മാർ ഇതുവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. രത്നത്തെക്കാൾ
മൂർച്ചയേറിയ കൊടും ശാപം അതിന്മേൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന ഭീതി മോഷ്ടാക്കളെയും പിടികൂടിയിട്ടുണ്ടാകുമോ?